കേരം തെങ്ങും കേരള നാട്ടിൽ കേരത്തിൻ്റെ വില പോയ പോക്കേ. തെങ്ങിൻ്റെ കേരം തെങ്ങാണ്. തേങ്ങ എന്തോരു വിലയാണ്, വാണം പോലെ കുതിച്ച് കയറിയാൽ. വെളിച്ചെണ്ണ 100, 150, 200, 300, 400, 500, ഇപ്പോൾ 600 കഴിഞ്ഞു. എത്ര കൊടുങ്കാറ്റിൻ്റെ വേഗത്തിലാണ് വെളിച്ചെണ്ണയുടെ വില കയറി പോകുന്നത്. അതുപോലെ തന്നെ വ്യാജന്മാർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. വ്യാജ വെളിച്ചെണ്ണ, കേരയ്ക്ക് പകരം ചെറിയ പേര് വ്യത്യാസത്തിൽ, കളർ വ്യത്യാസത്തിൽ ഒരുപാട് ബ്രാൻഡുകളാണ് വന്നിരിക്കുന്നത്. ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ വീണ്ടും ശുദ്ധീകരിച്ച് പാക്കറ്റിൽ വരുന്നു. വ്യാജന്മാരുടെയും ഉപയോഗിച്ച എണ്ണയുടെയൊക്കെ വലിയ തോതിലുള്ള വ്യാജന്മാരുമൊക്കെ വരുന്ന സമയത്ത് വെളിച്ചെണ്ണയുടെ യഥാർത്ഥ വില വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? എന്നാൽ അതിൻ്റെ ഗുണം നമ്മുടെ ആളുകൾ കിട്ടുന്നുണ്ടോ? അതുമില്ല. നമ്മുടെ സാധാരണ ജനങ്ങൾക്ക്, തെങ്ങ് കൃഷി ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ വീട്ടിൽ കുറേ തെങ്ങുള്ളവർക്ക് അതിന് പൈസ കിട്ടിയെങ്കിലും കുഴപ്പമില്ല. കേര കർഷകർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുമില്ല. കാരണം എന്താണ്? ഉൽപ്പാദനക്ഷമത കുറഞ്ഞു. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയും ആഗോള താപനം പോലുള്ള കാര്യങ്ങളുടെയും ഇവിടുത്തെ സൂക്ഷ്മ കാലാവസ്ഥയിലുണ്ടായ മാറ്റവും അടിക്കടി ഉണ്ടാകുന്ന പ്രളയവും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും എല്ലാം കൂടെ ചേർന്നിട്ട് കേരളത്തിൻ്റെ നമ്മുടെ വനസമ്പത്തും സസ്യസമ്പത്തും ഒക്കെ വൃക്ഷസമ്പത്തും ഒക്കെ വല്ലാതെ പ്രതിസന്ധിയിലാണ്. പശുക്കൾക്ക് എന്ത് കുറയുന്നു? ഉൽപ്പാദനശേഷി കുറയുന്നു, പാല് കുറയുന്നു. വേനലൊക്കെ ആകുമ്പോൾ തേങ്ങയുടെ എണ്ണം കുറയുന്നു. തേങ്ങയുടെ എണ്ണം കുറയുന്നതുകൊണ്ട് കൊപ്ര ലഭിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് മില്ലുകൾ അടച്ചു പൂട്ടേണ്ടി വരുന്നു. വെളിച്ചെണ്ണ ഇല്ല. അപ്പോൾ ഉള്ള വെളിച്ചെണ്ണയ്ക്ക് വലിയ വിലയുമാകുന്നു. പ്രത്യേകിച്ച് മലയാളി വലിയ തോതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കണം. തലയിൽ തേച്ച് കുളിക്കുന്ന മുതൽ എല്ലാ കറികൾക്കും, പാചകത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണ്. വ്യാപകമായി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സമൂഹമാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോൾ, വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഒരുപാട് എണ്ണയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ടല്ല, ഒരുപാട് എണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏതെണ്ണയായാലും അതൊക്കെ മിതമാക്കേണ്ടതാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ നന്നായി വെളിച്ചെണ്ണയും തേങ്ങയും ഉപയോഗിക്കുന്നവരാണ്. മിക്കവാറും കറികൾക്കെല്ലാം മലയാളി തേങ്ങ ഉപയോഗിക്കുന്നവരാണ്. പുട്ട്, ദോശ, ഒരുപാട് പലഹാരങ്ങളിൽ നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നവരാണ്. ഇടിയപ്പം, എല്ലാത്തിലും തേങ്ങ ഉപയോഗിക്കും. അപ്പോൾ തേങ്ങ ഇവിടെ ഒരു വലിയ വിഷയമായിട്ടുണ്ട്. വെളിച്ചെണ്ണ 600-ലേക്കാണ് കയറുന്നത്. 600 കഴിഞ്ഞു. കയറുന്നെന്ന് പറയാൻ കഴിയില്ല, 600. ഇനി അത് 700 ആകുമോ ഇല്ലയോ എന്നൊരു രീതി. അപ്പോഴൊരു ആശ്വാസ വാർത്ത വന്നിട്ടുള്ളത്, വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി GR അനിലും കൂടെ തമ്മിലൊരു യോഗം ചേർന്നിട്ടുണ്ട്. അവർ പറയുന്നു, ഈ ഓണസമയത്ത് വിപണിയിൽ വെളിച്ചെണ്ണയെ പിടിക്കാനുള്ള ചില ശ്രമങ്ങൾ അവർ നടത്തുന്നു. കമ്പനികളിൽ നിന്നൊക്കെ വെളിച്ചെണ്ണ അവർ എടുക്കാൻ തയ്യാറാണ്. അത് മാവേലി സ്റ്റോർ വഴിയും ത്രിവേണി വഴിയും ഒക്കെ വഴി കൊടുക്കാൻ തയ്യാറാണ്. എന്തായാലും വളരെ ശക്തമായ രീതിയിലുള്ള മാർക്കറ്റ് ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ നാഫെഡിൻ്റെ കൊപ്ര എടുക്കൽ പ്രശ്നമുണ്ട്. കേരളത്തിലെ മറ്റ് സൊസൈറ്റികൾ കൊപ്ര എടുത്തുകൊണ്ടിരുന്നു, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന്, മലേഷ്യ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യാപകമായി ഒരുപാട് വെളിച്ചെണ്ണ വരുന്നില്ല, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ചുരുക്കത്തിൽ വലിയ പ്രതിസന്ധിയാണ് വെളിച്ചെണ്ണ വിപണിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിന് പരിഹാരമുണ്ടാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നു. വളരെ നേരത്തെ ഗവൺമെൻറ് ശ്രമിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ഒരു കാര്യം കൂടെ നടക്കും, പൂഴ്ത്തിവയ്പ്പ് നടക്കും. ഈ വില കൂടട്ടെ എന്ന് വിചാരിച്ചു. കാരണം 150-ൽ നിന്ന് 600 ആയത് ഒറ്റയടിക്കാനാവുന്നത്, വളരെ പെട്ടെന്ന് അടുത്തടുത്ത ദിവസങ്ങളിലാണ് ആവുന്നത്. അപ്പോൾ വ്യാപകമായി ഉള്ളവർ, കൈവശമുള്ള മുതലാളിമാർ ഗോഡൗണുകളിൽ ഇത് പൂഴ്ത്തിവെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ റെയ്ഡ് നടക്കണം, പൂഴ്ത്തിവെപ്പ് പിടിക്കണം, പരമാവധി വ്യാജന്മാരെ പിടിക്കണം. അപ്പോൾ വലിയ പണിയാണുള്ളത്. വ്യാജന്മാരെ പിടിക്കുക, പൂഴ്ത്തിവെപ്പ് പിടിപ്പിക്കുക, പുതിയ വെളിച്ചെണ്ണ കൊണ്ടുവരണം. അത് സമൂഹത്തിൽ വിവിധ രൂപത്തിൽ കിട്ടുന്ന രീതിയിലേക്ക് വരട്ടെ. അല്ലെങ്കിൽ ഓണത്തിന് പാവപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും വീട്ടിലിറക്കും കായ് വറുക്കാൻ പ്രയാസം വരും, പറ്റലുണ്ടാക്കാൻ പ്രയാസം വരും, ഒരുപാട് കാര്യങ്ങളുടെ കറികളുടെ രുചി കുറയും. മലയാളിയുടെ ഓണം വളരെ മോശമായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കട്ടെ, ഗവൺമെൻറ് ശ്രദ്ധിക്കുമെന്ന് കരുതാം.